സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീതള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീതള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. ആവില്ലിൻ സ്വർണ്ണഞാണിൽ തൊടുക്കാൻ നീ നിന്റെ പൂവമ്പ് തരുമോ ഭൂമിപുത്രീ? സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീതള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. മാറിലിട്ടു നടക്കും ഞാൻ എൻ്റെ രോമാഞ്ചമാകും രാജപുത്രീ. സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീതള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. സ്വപ്നലേഖേ. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അതായത് ഇവരുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ അത് എത്ര രസമായിരുന്നു അറിയോ. രണ്ടുപേരും ഇങ്ങോട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു. സത്യം കണ്ണ് കിട്ടാതെ ഇരിക്കട്ടെ രണ്ടുപേരും. രണ്ടുപേരും പരസ്പരം ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റെപ്പുകള് മറന്നതാണോ അല്ലെങ്കിൽ അപ്പൊ അവര് ഇംപ്രവൈസ് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. ചേച്ചി പറയുന്നത് ഈ ചേച്ചി അപ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു കോംപ്ലിമെന്റ് അങ്ങനെ പറ്റാറുണ്ട്. ഈ നസീർ സാറിന്റെ എക്സ്പ്രഷൻസിൽ ഈ ഒരു സംഭവം വിട്ടല്ലോ, ആ ഒന്നുകൂടെ കാണിക്കൂ. അത് വടക്കൻ അതുകൊണ്ട് മറ്റേ ലവ് സോങ്സിലൊക്കെ ഈ
നിൻപദങ്ങളിലൊക്കെ അതൊന്ന് കാണിച്ചേ. ഗൗരി എങ്ങനെയുണ്ടായിരുന്നു നിൻപദങ്ങളിൽ? ഭയങ്കര എന്റർടൈൻമെന്റ് അല്ല, അതും ഇംപ്രോംപ്റ്റു, പെട്ടെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ റെഡി ചെയ്യാൻ. പറഞ്ഞ എന്തിട്ടാലും ഞങ്ങൾ ചെയ്യും. അതാണ് സ്പിരിറ്റ്, അതാണ് സ്പിരിറ്റ്. നമ്മളോടൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ 10 പ്രാവശ്യം ചോദിക്കണം, ഒന്നും കാണിക്കണം, നിങ്ങളോട് പറയേണ്ടത് ഉടനെ അവസാനം. തന്നെ ചെയ്യാം. ഓർഡർ തന്നെ ചെയ്യും. ഇനി മറ്റേ ഡപ്പാങ്കുത്തെന്ന് പറഞ്ഞാലും അത് ഇടും. അതും ചെയ്യും. റഫ്താര നാച്ചേ നാച്ചേ എന്ന് പറഞ്ഞാൽ അതും ചെയ്യും. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകരെ ഒരുപാട് എന്റർടൈൻ ചെയ്യിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഒരു സമ്മാനം ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു.